നല്ല മധുരമുള്ള സപ്പോട്ട പെട്ടെന്ന് കായ്ക്കാൻ വിത്ത് മുളപ്പിച്ച തൈകൾക്ക് പകരം നല്ല ഇനം ഗ്രാഫ്റ്റ് തൈകൾ മാത്രം വാങ്ങുക. സപ്പോട്ട നല്ലൊരു മരമായി വളരുന്ന ഒന്നാണ്. വലിയ ചട്ടികളിലോ അല്ലെങ്കിൽ നല്ല സ്ഥല സൗകര്യമുള്ള കോമ്പൗണ്ടിലോ വേണം ഇത് നടാൻ. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിനാവശ്യം. മണ്ണും ചാണകപ്പൊടിയും ഒപ്പം അല്പം മണലും ചേർത്ത മിശ്രിതം ഇതിനായി ഒരുക്കാം. തൈകൾ നടുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഒരു കാരണവശാലും മണ്ണിനടിയിൽ പോകരുത്. ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധാരാളം വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. ദിവസവും 6 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങുന്നതനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കുക. തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ചെടിയിൽ ചെറിയ വെളുത്ത പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കായകൾ പിടിച്ചു തുടങ്ങും. ഈ സമയത്ത് നനയ്ക്കൽ കൃത്യമായിരിക്കണം. 3 മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നൽകാം. വേപ്പിൻ പിണ്ണാക്ക് കൂടി നൽകുന്നത് വേരിലെ രോഗങ്ങളെ തടയും. ഉണങ്ങിയതും തണൽ വീഴ്ത്തുന്നതുമായ അനാവശ്യ കൊമ്പുകൾ വെട്ടിമാറ്റുന്നത് കൂടുതൽ പുതിയ ശാഖകളും കായകളും ഉണ്ടാകാൻ സഹായിക്കും. കായകളുടെ പച്ചപ്പ് മാറി നല്ല തവിട്ട് നിറമാകുമ്പോൾ പറിച്ചു മാറ്റാം. വീട്ടിൽ തന്നെ നല്ല നാടൻ സപ്പോട്ട ഇനി നിങ്ങൾക്കും വിളയ്ക്കാം. നന്ദി.